ഹായ് ഗൈസ്, ഇന്നലെ നമ്മൾ ആദില നൂറ അനിമോൾ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് അതിലൊരു PR-ന്റെ ബോംബിട്ട് പൊട്ടിച്ചിട്ടാണ് പോയത്. അതായത് അനിമോള് നമ്പർ ടിഷ്യൂ പേപ്പറിന്റെ അകത്ത് എഴുതി കൊടുത്തു എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ വല്ലാത്തൊരു വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. നൂറ ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു കൊണ്ടുപോയി നശിപ്പിക്കുന്ന തരത്തിലൊക്കെ നമ്മളും അത് റിലേറ്റഡ് ചെയ്തിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സത്യത്തിൽ നൂറ കൊണ്ടുപോയത് ടിഷ്യൂ പേപ്പർ ആയിരുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്. ആദില അതിനുവേണ്ട തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടി ചെയ്തേക്കാം. അപ്പോൾ വിഷയത്തിലോട്ട് വരാം. ഇന്നലെ നൂറ കൊണ്ടുപോയതും ഒളിപ്പിച്ചതും ആ ഒരു ടിഷ്യൂ പേപ്പർ ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ഒരുപാട് പേര്, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊണ്ടുപോയിരുന്ന ടിഷ്യൂ പേപ്പർ അല്ല, മറ്റെന്തോ ഒരു സാധനമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. എന്താണെങ്കിലും നമുക്ക് കൂടുതൽ വിവരങ്ങളിലോട്ട് പോവാം. നൂറേനെ നിപ്പും ഭാവവും ആ ഒരു പരിങ്ങലും എല്ലാം കണ്ട സമയത്ത് കയ്യിലുള്ളത് ടിഷ്യൂ പേപ്പർ ആണ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കായിരുന്നു. അത് ടിഷ്യൂ പേപ്പർ ആയിരുന്നില്ല. ചില കാണുന്ന സമയത്ത് അത് വിസിബിളി അതൊരു ട്യൂബൊക്കെ പോലെ ഫീൽ ചെയ്യും. ക്രീമിന്റെ ട്യൂബാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അത് ക്രീമിന്റെ ട്യൂബും അല്ല, ഒന്നുമല്ല. അതെന്തോ ഒരു ലിപ്സ്റ്റിക് ആണ്, ലിപ് ബാം പോലെ എന്തോ ഒരു സാധനമാണ് എന്നാണ് അത് അറിയാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് അത് ടിഷ്യൂ പേപ്പർ ആണ്, അനുമോള് പാവം, നൂറ കള്ളി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വലിയ വലിയ ബിഗ് ബോസ് റിവ്യൂസ് ചെയ്യുന്ന ചാനലുകൾ ഉൾപ്പെടെ ഇതൊരു ടിഷ്യൂ പേപ്പർ ആണ് എന്ന നിലയിൽ ചർച്ച ചെയ്യുകയുണ്ടായിരുന്നു. ലൈവിൽ ഇത് ചെറിയൊരു ഭാഗം മാത്രമാണ്. അവർ ആ ബെഡിൽ കയറുന്നു, അത് എടുക്കുന്നു, വേഗം പോകുന്നു. ആ ഒരു ഭാഗം കണ്ട സമയത്ത് നമ്മളത് വിശ്വസിക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. എന്താണെങ്കിലും ഇപ്പം നൂറ എടുത്തുകൊണ്ട് പോയത് ടിഷ്യൂ പേപ്പർ ആയിരുന്നില്ല എന്നാണ് തെളിയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തതിൽ ഖേദിക്കുന്നു. ഐ എം റിയലി സോറി. ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതൊരു ടിഷ്യൂ പേപ്പർ ആയിരുന്നില്ല എന്നുള്ളത്. കാരണം അതിന്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത് ടിഷ്യൂ പേപ്പർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. പലപ്പോഴും നമ്മുടെ അശ്രദ്ധകളൊക്കെ ചില പാളിച്ചകളിലേക്കൊക്കെ പോകും. അത്തരത്തിലൊരു പാളിച്ചയാണ് ഇന്നലെ സോഷ്യൽ മീഡിയക്കകത്ത് ഭൂരിഭാഗം ആളുകൾക്കും സംഭവിച്ചിട്ടുള്ളത്, ഞാൻ ഉൾപ്പെടെ. ഇവിടെ നൂറ അത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ ആ ക്യാപ്പ് തിരിക്കുന്നതായിട്ടൊക്കെ കാണാം. ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ തിരിക്കേണ്ട ആവശ്യം ഇല്ല അവിടെ. ഇന്നലെ നമ്മളത് പെട്ടെന്ന് അത് ഒരു സ്ലോ മോഷനിലൊന്നും കാണാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ട ഒരു തെറ്റിദ്ധാരണയിൽ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുട്ടി പിടിക്കുമ്പം ലോങ്ങിലി നോക്കുമ്പോൾ അതൊരു ടിഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യെങ്കിലും അടുത്ത് നോക്കുന്ന സമയത്ത് അതൊരു എന്തോ ഒരു ട്യൂബാണ്. അതിങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിക്കുന്നൊക്കെ ഉണ്ട്. ലോങ് വീഡിയോയിൽ നോക്കുന്ന സമയത്ത് അത് ഇങ്ങനെ തിരിച്ചു പോണ സമയത്ത് എന്തോ ചുരുട്ടുന്ന പോലെയാണ് നമുക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. പക്ഷെ അത് മൂടി ടൈറ്റ് ചെയ്യായിരുന്നു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിൽ നൂറ നിരപരാധിയാണ്, കൊണ്ടുപോയത് ടിഷ്യൂ അല്ല എന്ന് അറിയുന്ന സമയത്ത് അത് മാറ്റി തിരുത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആദില പറയുന്ന ഒരു വീഡിയോ കൊണ്ട് കുറച്ച് പഴയ വീഡിയോ ആണ്. അവരൊരു സാധനം, ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ആ ഒരു വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് കേട്ടെ. ഇത് നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ ലൈവില് വരുമ്പോൾ അല്ലാത്തപ്പോൾ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് അതിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാന്ന് വെച്ച് നമ്മൾ ടോട്ടൽ 3 ലിപ്സ്റ്റിക്. ഇതെന്തോ ഒരു ലിപ് കെയർ ചെയ്യുന്ന എന്തോ ഒരു സാധനമാണ്. അപ്പൊ ആദിലന്റെ കയ്യിൽ അതിങ്ങനെ ചുരുട്ടി പിടിക്കുന്ന സമയത്ത് മേലുള്ള ബോളും കാര്യങ്ങളും അങ്ങനെ തന്നെ ഉണ്ട്. അതേ സാധനം തന്നെയാണ് നമ്മൾ നൂറ ഇങ്ങനെ ചെരിച്ചു പിടിച്ചപ്പം അവിടെ കണ്ടിട്ടുള്ള ആ സെയിം റൗണ്ട് സാധനം. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് നമ്മളെല്ലാവരും തന്നെ. നൂറേന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. നൂറ അത് ഒളിപ്പിച്ചു കൊണ്ടുപോയത് ടിഷ്യൂ പേപ്പർ അല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നിന്ന് വ്യക്തമാവുന്നത് കേട്ടോ. സംഭവങ്ങളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കറന്റ് നമ്മൾ ഇത് 3 യൂസ് ചെയ്യും. 2 ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ കിടത്തി വെച്ചിരിക്കുന്ന ഈ ഒരു ഇമേജിനകത്ത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് എന്തോ ഒരു സാധനം, ചെറിയൊരു ലിപ് കെയർ ചെയ്യുന്ന എന്തോ ഒരു സാധനം, കയ്യിൽ ചുരുട്ടി പിടിക്കാൻ പറ്റുന്ന ഭയങ്കര കുഞ്ഞായിട്ടുള്ളൊരു സാധനം. ആ സാധനത്തിനെയാണ് നമ്മളെല്ലാവരും കൂടി ഇന്നലെ ടിഷ്യൂ പേപ്പർ ആക്കി തെറ്റിദ്ധരിച്ച് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയക്കകത്ത് നൂറയ്ക്ക് പൊങ്കാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാനൊരു പങ്കാളി ആയതിൽ ഖേദിക്കുന്നു. തെറ്റിദ്ധാരണകൾ എല്ലാവർക്കും സംഭവിക്കാം. ചില തെറ്റിദ്ധാരണകൾ തിരുത്താൻ അവസരമുള്ള സമയത്ത് നമ്മളത് തിരുത്താൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നത്. അപ്പം നൂറേനോടും ആദിലേനോടും സോറി പറയുന്നു ഈ ഒരു വിഷയത്തിൽ കേട്ടോ. ടിഷ്യൂ പേപ്പർ ആണ് എന്ന് തെറ്റിദ്ധരിച്ച ആ ഒരു വിഷയത്തിൽ മാത്രം. അല്ലാണ്ട് വേറെ കാര്യങ്ങളിലൊന്നും കൂടെ ഒന്ന് ചതിച്ചതിലൊന്നും ഞാൻ ആ വീഡിയോ ചെയ്തതിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല, വിഷമിക്കുന്നില്ല. കാരണം അവർക്കെതിരെ സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ തന്നെയായിരുന്നു അത്. ആദിലേന്റെ കബോർഡിലുണ്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കൊണ്ടുപോയത് നൂറ ടിഷ്യൂ പേപ്പർ ആണ് കൊണ്ടുപോയത് എന്ന് തെറ്റിദ്ധരിച്ച് ചെയ്ത ആ ഒരു വീഡിയോയ്ക്ക് മാത്രം ഒരു വിഷമം അറിയിക്കുന്നു. അപ്പോൾ ഇത് കണ്ട സമയത്ത് നിങ്ങളുമായിട്ട് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. മറ്റൊരു കാണുന്നവരെ ബൈ.